നമസ്കാരം. കുട്ടികൾ കരഞ്ഞ് വല്ലാണ്ട് വാശി പിടിക്കുന്ന സമയത്ത് പാരൻസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ടിപ്സുകളാണ് ഇപ്പോൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. പലപ്പോഴും പാരൻസ് ഏറ്റവും കൂടുതൽ നിസ്സഹായരായി പോകുന്ന സംഭവമാണ് കുട്ടികൾ അമിതമായിട്ട് വാശി പിടിച്ച് കരയുകയും നിങ്ങൾക്കത് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നത്. അതുകൊണ്ട് ഇത്തരം സിറ്റുവേഷനിൽ നിങ്ങളെപ്പോഴും ചെയ്യേണ്ട അവരെ വാശി പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരെ ഹോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ആ സിറ്റുവേഷനിൽ നിന്ന് എടുത്തു കൊണ്ടുപോകാനോ ഒക്കെ എല്ലാം ശ്രമിക്കുക. പക്ഷേ പലപ്പോഴും കുട്ടികളെ നിങ്ങൾക്ക് ആ സമയത്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നിങ്ങൾക്കും വളരെ ഇമോഷണൽ ആവും. അതുകൊണ്ട് ഇത്തരം സിറ്റുവേഷൻസ് നമുക്ക് ഫലപ്രദമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് ഈ പറയുന്ന ടെക്നിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അതിൽ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഒരിക്കലും ദേഷ്യപ്പെടാനോ നിങ്ങൾ വാശി കാണിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഡിസ്റ്റർബ്ഡ് ആണെന്ന് കാണിക്കാനോ പാടില്ല. കുട്ടികൾ വാശി പിടിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് കൂളായി തന്നെ നിൽക്കുക. നിങ്ങളുടെ ഫേസ് എക്സ്പ്രഷനിൽ യാതൊരു ചേഞ്ചസും വരാനായിട്ട് പാടില്ല. കാരണം നിങ്ങളുടെ ഫേസ് എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ കരച്ചിലിൻ്റെ ടോണും കരച്ചിലിൻ്റെ ഫ്രീക്വൻസിയൊക്കെ മാറാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ അവരുടെ അടുത്ത് ചെന്നിട്ട് ഇരിക്കുകയോ അല്ലെങ്കിൽ അവർക്കൊരു കൈ എത്തുന്നൊരു ഡിസ്റ്റൻസിൽ നിങ്ങൾ ഫേസ് ടു ഫേസ് അവരെ ഇരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അങ്ങനെ കുട്ടികളുടെ ലെവലിൽ നിന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ സംസാരിക്കുമ്പോൾ പ്രോപ്പറായിട്ട് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ സാധ്യമാണെങ്കിൽ. മൂന്നാമതായിട്ട് ചെയ്യേണ്ടത്, അവരുടെ ഇമോഷൻസ് എന്താണെന്ന് നിങ്ങൾ അവരോട് പറയണം. അതായത് എന്താ ഇപ്പോൾ കരഞ്ഞേ അല്ലെങ്കിൽ എന്തിനാ ഇപ്പോൾ ദേഷ്യപ്പെടുന്നേ, അപ്പോൾ ആ ഇമോഷൻ എന്താണെന്ന് നമ്മളവർ കറക്റ്റായിട്ട് അവർ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടൊന്ന് ശ്രമിക്കുക. അപ്പോൾ ചിലപ്പോൾ ഒരു ഉത്തരം നൽകി നിങ്ങൾ ചെയ്യേണ്ടത്, അവരെ പതുക്കെ ഒന്ന് അടുത്ത് കൈ പിടിച്ചൊന്ന് നിങ്ങളൊന്ന് ഹഗ് ചെയ്യുകയോ അല്ലെങ്കിൽ അവർ തലേ തടയുകയോ അല്ലെങ്കിൽ ഒന്ന് കൂളാക്കുന്ന രൂപത്തിലേക്ക് ഒന്ന് അവരെ കാമാക്കാനായിട്ടൊന്ന് ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ഒരു പ്രോബ്ലം എന്താണെന്ന് അഡ്രസ്സ് ചെയ്ത് എന്നിട്ട് ഓക്കെ നമുക്കത് ശരിയാക്കാം. അതായത് ഇപ്പോൾ ടോയ് ആണ് ഉദ്ദേശിക്കുന്നത്, ഓക്കെ നമുക്കത് ശരിയാക്കാം, വാങ്ങാം, അല്ലെങ്കിൽ നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അവരൊന്ന് കൂളാക്കിയിട്ട് അവരെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കണം. അങ്ങനെ നിങ്ങൾ ദേഷ്യപ്പെടാണ്ടും നിങ്ങൾ ഫ്രസ്ട്രേഷൻസ് കാണിക്കാതെയും നിങ്ങളൊന്ന് പാനിക് ആകാതെ കൂളായിട്ട് ഈ പറഞ്ഞ രൂപത്തിലൊന്ന് നിങ്ങളൊന്ന് ഹാൻഡിൽ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് അവരുടെ വാശികൾ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. പിന്നെ ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് ചിലപ്പോൾ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നില്ല. അതിനർത്ഥം അത്തരം കുട്ടികൾ വളരെ ഇമോഷണൽ ആണെന്നാണ് സൂചിപ്പിക്കുന്നത്. സോ ചിലപ്പോൾ അവർക്ക് അമിതമായിട്ടുള്ള ദേഷ്യമോ അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി കൊണ്ടായിരിക്കാം ഇത് സംഭവിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് ആ പ്രോബ്ലം കൂടി, അതായത് ദേഷ്യം കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ദേഷ്യം കുറയ്ക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. then ഹൈപ്പർ ആക്റ്റീവ് ആണെങ്കിൽ അവരത് ആ ഹൈപ്പർ ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റും കൂടി എടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഞങ്ങളുടെ മക്കളുടെ എല്ലാവരുടെയും ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. താങ്ക് യു.